ഫാളായി കഴിഞ്ഞാൽ തീർന്നു എൻ്റെ കാര്യം. പറയാണ്ട് എന്നെ ഷൗട്ട് ചെയ്തു, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. എന്റെ ഭാഗം കേൾക്കാൻ പോലും അവര് നിന്ന് തന്നില്ല. ഇവളെന്നെ പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഷൗട്ടിങ് ആയി. അതിനുശേഷം നീ ഇവിടെ നിൽക്കണ്ട, പോ, ഡോണ്ട് ടച്ച് മീ എന്നൊക്കെ പറഞ്ഞ് ഒരു കെയർ ഗീവറിന്റെ 12 hours ഷിഫ്റ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹോം കെയറിൽ 12 hours ഷിഫ്റ്റില് ഒരു 12 hours സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് ശ്രദ്ധിക്കുക. ഹോം കെയർ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ജോലി ചെയ്യാനിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഹോം കെയർ എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ വീട്ടിൽ പോയി നമ്മൾ എന്ത് ചെയ്യുന്ന സർവീസ് ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസിനെയാണ് ഹോം കെയർ സർവീസ് അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കെയർ ഗീവർ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിന്ന് വരുന്നത്. അപ്പൊ അതിൽ 12 hours ഷിഫ്റ്റ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലായിടത്തും. ചില സ്ഥലങ്ങളിൽ ഷിഫ്റ്റ് 8 hours ഒക്കെ മാറി വരാറുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും എസ്പെഷ്യലി യു എയിൽ എല്ലായിടത്തും 12 hours ഷിഫ്റ്റ് ആണ് വരുന്നത് ഒരു ഹോം കെയർ അല്ലെങ്കിൽ കെയർ ഗീവർ ഓർ കെയർ അസിസ്റ്റന്റ് ജോലിയിൽ വരുന്നത്. അപ്പോൾ ഒരു 12 hours ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ മോർണിംഗിൽ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ മോർണിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓൾമോസ്റ്റ് എല്ലാ ഹോം കെയർ കമ്പനീസും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓൾറെഡി നമ്മൾ ഇതിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് നമുക്ക് ഓൾറെഡി എല്ലാ ഹോം കെയർ സർവീസും ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലവര് നമുക്കിപ്പോൾ ചില മെട്രോ സ്റ്റേഷനോ അല്ലെങ്കിൽ ചില നിയർ ബൈ ഏരിയാസ് ഒക്കെ പറയും, നമ്മൾ അവിടെ പോയി നിൽക്കുന്നു, നമ്മളെ പിക്കപ്പ് ചെയ്യുന്നു, നമ്മളെ എന്ത് ചെയ്യുന്നു, എവിടെയാണോ ഉള്ളത്, അതായത് ഏത് ലൊക്കേഷൻ ആണെങ്കിൽ എപ്പോഴും ഒരു സ്ഥലത്തല്ല ലൊക്കേഷൻ ഉണ്ടാവുക, പല പല സ്ഥലങ്ങളിലായിരിക്കും ലൊക്കേഷനുകൾ ഉണ്ടാവുക. പിന്നെ ചിലർക്ക് റിപ്പീറ്റഡ് ആയിട്ട് സെയിം പേഷ്യൻസ്, അപ്പോൾ അവർ ഒരു ലോങ് ടേം ആയിട്ട് ഒരു ക്ലയന്റിനെ എടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പേഷ്യന്റ് സ്ഥിരമായിട്ട് കിട്ടും. അപ്പോൾ അവർ ആ ഒരു നഴ്സസിന് തന്നെ റൊട്ടീനായിട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏതാണോ അലൊക്കേഷൻ ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മളെ കൊണ്ട് ആ ഒരു വില്ലയിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി നൈറ്റ് സ്റ്റാഫ് നമുക്ക് അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ അവിടെ പോകുന്നു, കോളിംഗ് ബെല്ല് അടിക്കുന്നു, അവർ തുറന്നിരുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പേഷ്യൻസിന്റെ റൂമിൽ പോകുന്നു, അവിടെ ഓൾറെഡി നൈറ്റിലെ സ്റ്റാഫ് ഉണ്ടാവുന്നു. ബെഡ് പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് റിലേറ്റഡ് പേഷ്യൻസ് നമുക്ക് എന്ത് ചെയ്യും ഹോം കെയറിൽ അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റ് ജോബിൽ നമുക്ക് കിട്ടാം. അപ്പൊ നമ്മൾ അവരുടെ വീട്ടിൽ പോകുന്നു, ഓൾറെഡി അവർക്ക് അറിയാം, അതുകൊണ്ട് അവർ വേറെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, പോകുന്നു. ആ ഒരു നേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് നമ്മൾ ഹോസ്പിറ്റലിലെ ഹാൻഡ് ഓവർ എങ്ങനെ എടുക്കുന്നു സെയിം അതുപോലെ തന്നെ അവിടെ പോയിട്ട് അവരെന്ത് ചെയ്യുന്നു, നമുക്ക് നൈറ്റിലുണ്ടായ കാര്യങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ പേഷ്യൻസ്, ഇപ്പൊ ചില റെസ്റ്റ്ലെസ് പേഷ്യൻസോ അല്ലെങ്കിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് മെഡിക്കേഷൻ എന്തെങ്കിലും പെൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഡയാലിസിസ് പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പൊ മോർണിംഗിൽ ഡയാലിസിസ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രക്കോസ്റ്റമി കെയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ, അപ്പോൾ ഓൾറെഡി നൈറ്റിലെ സ്റ്റാഫ് പേഷ്യന്റിനെ തുടച്ച് വൃത്തിയാക്കി. ചില പേഷ്യൻസ് ഇപ്പൊ നടന്നു പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവര് രാവിലെ തന്നെ ബാത്ത് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പൊ പോയി ബാത്ത് ചെയ്യുക, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, രാവിലെ എണീക്കില്ല. ഓൾമോസ്റ്റ് പേഷ്യൻസ് രാവിലെ എണീക്കില്ല, ഈ നടക്കുന്ന പേഷ്യൻസ് പയ്യെ. അപ്പൊ അവർക്ക് ജസ്റ്റ് വാഷ്റൂമിൽ പോയിട്ട് അല്ലാത്ത കാര്യങ്ങളോ ബ്രഷ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ എടുത്തു കൊടുത്തിട്ട്, ചിലവർക്ക് അവർ തന്നെ പോയിട്ട് എല്ലാം ചെയ്യും. ചിലവര് ബെഡിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, പല്ലേപ്പിക്കലും കാര്യങ്ങളും, ഡയപ്പർ ഉണ്ടെങ്കിൽ ഡയപ്പർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത്, ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തിട്ട് പൊസിഷൻ എല്ലാം ചെയ്ത് ക്ലിയർ ആക്കി അവർക്ക് എന്ത് ചെയ്യാം, ബാത്തും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ചിലവർക്ക് ബെഡ് ബാത്ത് കൊടുക്കേണ്ടി വരും, അവര് ഫാമിലി റിക്വസ്റ്റ് ചെയ്യും ബെഡ് ബാത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു മെയ്ഡിന്റെ ഹെൽപ്പും കൂടി ഉണ്ടാവും. നമ്മൾ പൊസിഷനും കാര്യങ്ങളെല്ലാം ചെയ്ത് ബെഡ് ബാത്ത് അവിടെ തന്നെ ബെഡിലിരുന്ന് കൊടുക്കേണ്ടി വരും. ചിലവര് ഇപ്പോൾ വേണ്ട, ജസ്റ്റ് തുടച്ചാൽ മാത്രം മതി എന്ന് വെച്ചിട്ട് നമുക്ക് ആ ഒരു വൈബ്സ് വെച്ചിട്ട് നമ്മൾ നന്നായി തുടച്ച് അവരുടെ ഡയപ്പറും കാര്യങ്ങളെല്ലാം മാറ്റി നമ്മൾ അവരെല്ലാം റെഡി ആക്കിയിട്ട് വയ്ക്കുക. നമ്മൾ സെയിം ഐസിയുലൊക്കെ നമ്മളിപ്പോൾ ബെഡിഡൻ പേഷ്യൻസ് കാര്യങ്ങൾ, ഐസിയു വേണ്ട വാർഡിലാണെങ്കിൽ പോലും നമ്മൾ ബെഡിഡൻ പേഷ്യൻസിന് കെയറും കാര്യങ്ങളും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റുന്നില്ല, സെയിം ആ ഒരു തിങ്സ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പേഷ്യന്റിന് ഒരു സ്റ്റാഫ് ഒരു കെയർ ഒരാൾ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൈറ്റ് സ്റ്റാഫ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പോകുന്നു, നമ്മൾ റിസീവ് ചെയ്യുന്ന എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഇതാക്കുക. ഓൾമോസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഓൾമോസ്റ്റ് പേഷ്യൻസും രാവിലെ അത്ര പെട്ടെന്ന് കെയറും കാര്യങ്ങളും രാവിലെ തന്നെ ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല. അപ്പൊ അവരെന്ത് ഡിമാൻഡ് ചെയ്യും, ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ 9 മണിക്ക് മതി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ ചില 2 ഫീഡിങ്ങോ അല്ലെങ്കിൽ ജെജിനോസ്റ്റമി ഫീഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 2 hours അല്ലെങ്കിൽ 4 hours അങ്ങനെയല്ലേ പോകുന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പെൻഡിങ് ഓവറും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നു, നൈറ്റ് സ്റ്റാഫ് ആ സെയിം ഡ്രൈവറുടെ കൂടെ തിരിച്ച് എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഹാൻഡ് ഓവർ എടുക്കുന്നു. അപ്പോൾ വാട്ട് എവർ പ്രൊസീജിയർ വരുന്നു. അപ്പോൾ ചിലപ്പോൾ ബെഡ് ബാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ബെഡ് ബാത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അല്ലാത്ത
അവരുടെ ഡെയിലി റൊട്ടീൻ ലൈഫിൽ ഇത് ബെഡ് ബാത്ത്, ബ്രഷിങ്, അതുപോലെ തന്നെ ഡയപ്പർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നൈറ്റിൽ സമ്മതിച്ചിട്ടുണ്ടാവില്ല. അത്രയും മോർണിംഗിൽ നമ്മൾ ഒരു ഷിഫ്റ്റ് തുടങ്ങുന്നത് 7 to 7 ആ റേഞ്ചിലാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത്. ചില ഹോം കെയറിൽ 8 to അങ്ങനെ തുടങ്ങാറുണ്ട്, ചില സ്ഥലത്ത് 9 to അങ്ങനെ തുടങ്ങാറുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലായിടത്തും 7 to 7 ആ ഒരു ഷിഫ്റ്റിലെ റേഞ്ചിലാണ് തുടങ്ങുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ എന്ത് ചെയ്യുന്നു, അവർ അതൊക്കെ ഓരോ കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പോയിട്ട് നമ്മൾ അതാത് സമയത്ത് പോയിട്ട് ഹാൻഡ് ഓവർ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കെയർ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ബെഡ് ബാത്ത് കാര്യങ്ങൾ കൊടുക്കുന്നു, ഫീഡ് ചെയ്യാൻ ഓറലി എടുക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഓറലി എന്ത് ചെയ്യുന്നു, ഫീഡ് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു. ആ ഫുഡും കാര്യങ്ങളെല്ലാം അവർക്ക് ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി വരും, നമ്മൾ അതെടുക്കുക, നമ്മൾ എന്ത് ചെയ്യുക, അവരോട് പറയുമ്പോൾ അവരത് കൊണ്ടുവന്ന് തരുന്നു, നമ്മൾ ഫീഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസിൻ്റെയും ഇങ്ങനത്തെ ബെഡിഡൻ പേഷ്യൻസ് അല്ലെങ്കിൽ കെയർ കൊടുക്കുന്ന പേഷ്യൻസിൻ്റെ ഒക്കെ ബെഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഫാമിലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും അത് എലിവേറ്റ് ചെയ്യാനും ഹെഡ് ആൻഡ് പൊക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. പിന്നെ സൈഡ് റൈസ് ഉള്ള ബെഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നു. പിന്നെ അവർക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് കാര്യങ്ങൾ, അധികം IV കാര്യങ്ങളൊന്നും ഹോം കെയറിലുള്ള ഇതിന് വരാറില്ല. പക്ഷെ ചില കേസിൽ ആന്റിബയോട്ടിക് അല്ലാത്ത ഡ്രിപ്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. പക്ഷെ അത് കൺസേൺ ആയിട്ടുള്ള ഡോക്ടർ കണ്ടിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഡോക്ടറും വന്നിട്ട് ചിലപ്പോൾ ഹോം കെയറിലെ ഡോക്ടേഴ്സ് വന്നിട്ടും വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് പേഷ്യൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലും മെഡിസിൻ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഓൺ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന പോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മെഡിസിനും കാര്യങ്ങളും കണ്ടിന്യൂ. അപ്പോൾ IV ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പേഷ്യൻസിനൊക്കെ IV ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, IV മെഡിക്കേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇത്രയും മോർണിംഗിൽ റൊട്ടീൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലുതായിട്ട് അവിടെ വലുതായിട്ട് ചെയ്യാനില്ല. പിന്നെ പേഷ്യൻ്റെ നീഡിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഡോക്യുമെന്റേഷൻ ആണ്. ചിലവർ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പേപ്പർലെസ് ആണ്, ഡിജിറ്റൽ ആയിട്ട്. അതായത് നമുക്കൊരു ടാബ് ഉണ്ടാവും, നമ്മൾ അതിൽ പേഷ്യൻ്റെ കണ്ടീഷനും കാര്യങ്ങളും എല്ലാ സിസ്റ്റം വൈസ് അസസ്മെന്റ് കാര്യങ്ങളുണ്ടാവും, അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡോക്യുമെന്റേഷൻ ചെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പേപ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ നഴ്സസ് നോട്ട്, നമ്മൾ നഴ്സസ് കെയർ പ്ലാൻ എഴുതുന്നു, നഴ്സസ് നോട്ട് എഴുതുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഡോക്യുമെന്റ്സ് ചെയ്യുന്നു. പിന്നെ പേഷ്യന്റ് നീഡ് അനുസരിച്ച് പേഷ്യന്റ് ഓരോന്നിനും വേണ്ടിയിട്ട് ചോദിക്കുന്നു. ഇപ്പോൾ ബെഡിന് എന്താണെങ്കിൽ ചിലവർ അധികം ഡിമാൻഡ് ചെയ്യില്ല, പക്ഷെ അവർ ചിലപ്പോൾ പ്രസ്ലെസ്സോ അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ 2 hour പൊസിഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അവിടെ ഇരിക്കുന്നു. പിന്നെ നമുക്കായിട്ട് സെപ്പറേറ്റ്, ഇനിയിപ്പോൾ ഞാൻ പോയ ഹോം കെയറിലാണെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഓൾമോസ്റ്റ് ടൈമിൽ അവിടെ ഇരിക്കുന്നത്, അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പേഷ്യന്റ് ഇപ്പം ടാബ്ലറ്റും കാര്യങ്ങളും എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർ TV കാണുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതാക്കിയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ തന്നെ കൂടെ നിൽക്കണ്ടെന്ന് പറയും. ഓൾമോസ്റ്റ് ഞാൻ പോയ എല്ലായിടത്തും അവർ പറയും ഇവിടെ ഇങ്ങനെ എപ്പോഴും നിൽക്കണ്ട. മീൻസ് അവരുടെ എന്റർടൈൻമെന്റ് ചിലപ്പോൾ TV കാണാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമുക്കായിട്ട് റൂം കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ തരാറുണ്ട്. ഞാൻ പോയ ഒരു 4-5 ഹോം കെയറിൽ എനിക്ക് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് പേഷ്യൻസിന്റെ റൂമിനോട് ചേർന്നിട്ട് തന്നെ എനിക്ക് റൂം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു, എനിക്ക് അവിടെ ഇരുന്ന് നോക്കിയ പേഷ്യന്റിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ഫുഡ്, അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തില്ല, ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യല്, ഞാൻ കൊണ്ടുവന്ന ഫുഡ് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു പേഷ്യന്റ് രാവിലത്തെ റൊട്ടീൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിക്കുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അവരുടെ കൂടെ ഇരുന്നിട്ട് പേഷ്യന്റിന് എന്തെങ്കിലും എന്റർടൈൻമെന്റോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കാര്യങ്ങൾ പേഷ്യന്റുമായിട്ട് വർത്താനം പറയുന്നു. അങ്ങനെ അവരുമായിട്ടൊക്കെ വർത്താനം പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്ക് അതൊന്നും താല്പര്യമില്ല, ചില പേഷ്യൻസ് നമ്മൾ അടുപ്പിക്കില്ല, അവർക്കൊന്നും ഇഷ്ടമല്ല. കെയറും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഇതില്ല. പിന്നെ ചിലർ വിളിക്കും നമ്മളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ, വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ചിലവർക്ക് ഇപ്പോൾ ഫീഡിങ് ട്യൂബ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അവർക്ക് ഇങ്ങനെ 2 hours അല്ലെങ്കിൽ 4 hours ഫീഡ് വരുമ്പോൾ നമ്മൾ അത് കാര്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ കുറേ ചിലവർക്ക് മോഷനും കാര്യങ്ങളും യൂറിൻ ഡയപ്പർ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഡയപ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പൊ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, ഒരു പേഷ്യന്റ് ഫുള്ള് ഡയറി ആയിരുന്നു. പിന്നെ അതുമല്ല, പിന്നെ ഇങ്ങനെ കുറച്ചായിട്ടായിരുന്നു സ്റ്റൂൾ പാസ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ അവർക്ക് കുറച്ച് പാസ് ചെയ്താലും അപ്പോഴും ആ ഡയപ്പർ അപ്പം തന്നെ മാറ്റണം. വലുതായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ യൂറിൻ ഒരു പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഡയപ്പർ മാറ്റണം. അപ്പൊ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ നമ്മളത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ ഈ ഒരു അവേഴ്സ്, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് വരുന്നു, നമ്മൾ അത് കൊടുക്കുന്നു. പിന്നെ ഡയപ്പർ അധികം ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കാര്യങ്ങൾ മാറ്റി കൊടുക്കുന്നു. പിന്നെ അവരുടെ കൂടെ തന്നെ ഇരിക്കുന്നു. ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് കഴിക്കണമെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. മീൻസ് അവിടെ തന്നെയാണല്ലോ ഇതാക്കുന്നു. ഇങ്ങനെ നമ്മളൊരു 12 hours പേഷ്യന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവർക്ക് വേണ്ട കെയറും കാര്യങ്ങളും കൊടുക്കുന്നു. ഓരോ പേഷ്യന്റിനും ഓരോ ഡിസീസ് കണ്ടീഷൻ ആണ്. ചില പേഷ്യന്റിന് ഡയാലിസിസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ചില പേഷ്യന്റ് ട്രക്യോസ്റ്റമി ഉണ്ടെങ്കിൽ നമുക്ക് ട്രക്യോസ്റ്റമി സെക്ഷൻ നമ്മൾ 2 hourly അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. അത് സെക്രീറ്റ്
വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് 2 hour അല്ല 1 hour തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് വരും, അവർ വന്നിട്ട് നമ്മളെങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി ക്യാമറ എല്ലാ ഹോം കെയറിലെ പേഷ്യൻസിന്റെ വീട്ടിൽ പോകുമ്പോഴും അവിടെ ഒരു ക്യാമറ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിരുന്ന് പേഷ്യൻസ് റിലേറ്റീവ്സ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് പേഷ്യൻ്റായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്നത്, എങ്ങനെ ഇതാക്കുന്നത്. പിന്നെ ചില പേഷ്യൻസ് നടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ അവരെയും കൊണ്ട് വാഷ്റൂമിൽ പോകണം. വാഷ്റൂമിൽ പോയിട്ട് എന്ത് ചെയ്യണം, അവരെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ അവരെയും കൊണ്ട് പോകും. ഒരു ഇൻസിഡന്റ് ഉണ്ടായി, പേഷ്യന്റ് വാഷ്റൂമിൽ കൊണ്ടുപോയി പേഷ്യന്റ് ഇരുന്നപ്പോൾ നമുക്കൊരു ഇത് വേണ്ടേ, പേഷ്യന്റ് നമ്മളെയും കാട്ടി ഇപ്പൊ എൻ്റെ ഒരു സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെയും കാട്ടി ഡബിൾ ആണ് പേഷ്യന്റിന്. എനിക്ക് അതുമായിട്ട് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഫാളായി കഴിഞ്ഞാൽ തീർന്നു എൻ്റെ കാര്യം. അപ്പൊ അത്രയും കെയർ ആയിട്ട് നമ്മൾ പിടിക്കുന്നു. ചില പേഷ്യൻസിന് വാക്കർ ഉണ്ട്. അപ്പൊ ഈ പേഷ്യന്റ് വാക്കർ വെച്ച് പോയിട്ട് ഞാൻ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് പേഷ്യന്റ് ഞാൻ എന്നാലും സപ്പോർട്ട് ചെയ്ത് ഇതാക്കി കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഇരുന്നു കഴിഞ്ഞപ്പോഴേക്കും പേഷ്യന്റ് പറഞ്ഞു അല്ല ഇവിടെ എന്നെ പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഷൗട്ടിങ് ആയി. അതിനുശേഷം നീ ഇവിടെ നിൽക്കണ്ട, പോ, ഡോണ്ട് ടച്ച് മീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടാക്കി. പേഷ്യന്റ് റിലേറ്റീവിനെ വിളിക്കാൻ പറഞ്ഞു, ബഹളം ഉണ്ടാക്കി. റിലേറ്റീവ്സ് വന്നു, അതായത് മകള് വന്നതിന് ശേഷം എന്താ ചെയ്തത് ഇപ്പം പറഞ്ഞു, അമ്മ ഫുള്ള് കള്ളത്തരം പറഞ്ഞു, ഇവിടെ എന്നെ സഹായിച്ചില്ല, ഞാനിവിടെ ഇരുന്നപ്പോ എന്റെ കാലും ഇവിടെ തട്ടി എന്നൊക്കെ പറഞ്ഞു ഇതാക്കിയപ്പോഴേക്കും പേഷ്യന്റിന്റെ മകൾ വന്ന് എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. എന്താ കാര്യം ഉണ്ടായിന്നൊന്നും അറിയാണ്ട് എന്നെ ഷൗട്ട് ചെയ്തു, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ ഡയറക്റ്റ് കമ്പനിയിൽ വിളിച്ചു, കംപ്ലൈന്റ് ചെയ്തു, ഈ ഒരു നേഴ്സ് കൊള്ളില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിരുന്നു. അവര് നല്ല കോപ്പറേറ്റീവ്, അവര് തന്നെ വന്ന് ഫീഡും കാര്യങ്ങളും എല്ലാം കൊടുക്കുമായിരുന്നു. നമുക്ക് അധികം ടാബ്ലറ്റ് കാര്യങ്ങൾ എടുത്തു കൊടുക്കാനും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. ആ പേഷ്യന്റും വാക്കിംഗ് ആയിട്ടുള്ള പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെ പല പല എക്സ്പീരിയൻസുകളായിരുന്നു എനിക്ക് ഹോം കെയറിൽ ചെന്നിട്ട്. അപ്പൊ നമുക്ക് അവർ ഓൾഡാണ്, അവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടി അവർ എക്സ്ട്രാ ആയിട്ട് കൂട്ടി പറയാനോ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുക. എല്ലാവരും അങ്ങനെയൊന്നല്ല, പക്ഷെ ഓൾമോസ്റ്റ് ചില പേഷ്യന്റും അവരുടെ റിലേറ്റീവ്സും ഭയങ്കര ബാഡായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ പോയ പ്രോപ്പർ ആയിട്ടുള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കെയറും കാര്യങ്ങളും കൊടുക്കുക. വലിയ ഒബേസ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഹെൽപ്പിന് മെയ്ഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, അവരെ ഹെൽപ്പ് ചോദിച്ചിട്ട് പൊസിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഒരു ഷിഫ്റ്റ് തീരണതിന് മുന്നേ ഡയാലിസിസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയാലിസിസ് നേഴ്സ്, അത് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസിനെ അങ്ങോട്ട് വിടുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഡയാലിസിസ് ഇട്ടില്ല, ട്രക്കോസ്റ്റമി അങ്ങനത്തെ പേഷ്യൻസിനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു 12 hours ഷിഫ്റ്റ് തീരുന്നതിന് മുന്നേ മീൻസ് തീരാറാവുമ്പോഴേക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പൊസിഷനും കാര്യങ്ങളും വീണ്ടും ഡയപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻസിന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെഡി ആയിരിക്കുക. അടുത്ത നേഴ്സ് വരുന്നു, ഹാൻഡ് ഓവർ കാര്യങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഡേ ഒരു ഷിഫ്റ്റ് 12 hours പോകുന്നത്. നൈറ്റിലാണെങ്കിലും സെയിം തന്നെ, പക്ഷെ പല പേഷ്യൻ്റ് കാര്യങ്ങളുമാണ്. എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ പേഷ്യൻസ് ഒക്കെ നൈറ്റിൽ ഉറങ്ങാറില്ലാത്ത പേഷ്യൻസ് ആയിരുന്നു. ഭയങ്കര റെസ്ലെസ്സും കാര്യങ്ങളും ഭയങ്കര ബഹളവും ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുമായിട്ടൊന്ന് ഇതാക്കാൻ. പിന്നെ ഒരു വെളുപ്പിന് 3 മണി ആ സമയത്തൊക്കെയാണ് അവർ ഇച്ചിരി കിടന്ന് ഉറങ്ങാറുള്ളത്. അല്ലാത്ത സമയത്ത് അവർ ഇപ്പൊ 2 ഫീഡിങ് ഒക്കെ ഉള്ള പേഷ്യന്റ് ആയതുകൊണ്ട് വലിച്ചൂരാനൊക്കെ ശ്രമിക്കും. അപ്പൊ നമ്മൾ അത്രയും കെയർ എടുത്തിരുന്ന് അവിടെ ഉറക്കൊഴിച്ചിരുന്ന് അവരവിടെ നിന്ന് അവരടുത്തിരുന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 12 hours ഒരു കെയർ ഗീവർ അല്ലെങ്കിൽ ഹോം കെയറിൽ നമ്മൾ 12 hour ഷിഫ്റ്റ് ഡ്യൂട്ടി ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.